നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. അതായത് റാപ്പിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് ടാക്സി ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ ബാൻഡ് പോലെയാണ്. പല സിറ്റികളിലും അവസാനം ബാംഗ്ലൂരിലൊക്കെ അവരതിനെ സ്റ്റോപ്പ് ചെയ്തു, നിയമം കൊണ്ടുവന്ന് ഇനി ഇത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നിർത്തലാക്കി. ബൈക്ക് ടാക്സി ഒരിക്കലെങ്കിലും യൂസ് ചെയ്തവർക്ക് അറിയാം, ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് വേറെ ഇല്ല. ട്രാഫിക്കിനെ പേടിക്കേണ്ട, അധികം ചെലവില്ല, ഓട്ടോക്കാരൻ്റെ തർക്കിക്കേണ്ട. നമുക്ക് നല്ല ഒരു കാര്യമായിരുന്നു, അതിനെ അവർ നിർത്തി. അങ്ങനെയാണല്ലോ എപ്പോഴും. അപ്പോൾ ഈ റാപ്പിഡോൻ്റെ ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഓടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു പണ്ട്. അതായിരുന്നു ടാക്സി ഇൻഡസ്ട്രി. ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയി ഇപ്പം കൂടെ റാപ്പിഡോനെ അവർ നിർത്താനുള്ള കാരണം ഈ ഓട്ടോക്കാർക്ക് ഓട്ടം കിട്ടുന്നില്ല, അവരുടെ ജീവിതമൊക്കെ വഴിമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ കാലത്ത് ഉബർ ചെയ്ത ഒരു റവല്യൂഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 70 രാജ്യങ്ങളിലാണ് ഉബർ വർക്ക് ചെയ്തത്, 1500 സിറ്റികളിൽ. നമ്മുടെ നാട്ടിൽ കൂടെ ഉബർ ആദ്യം വന്നപ്പോൾ കല്ലെറിയലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ ഇവർ എങ്ങനെ വന്ന് ഈ ഇത്രയും സ്ഥലത്ത് ഇവർ ഈ മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ട്രാവിസ് കാലനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടറാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ആളിത്തിരി ഒരു പ്രാന്തൻ ആളാണ്. എനിക്ക് എങ്ങനെയാണ് ഇയാളെ കുറിച്ചൊക്കെ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീരീസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ വേണമെങ്കിൽ ധൈര്യമായിട്ട് ഈ സീരീസ് കണ്ടോ. ഒരൊറ്റ സീസണേ ഉള്ളൂ, 7 എപ്പിസോഡിൽ പരിപാടി തീരും. ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. സൂപ്പർ പമ്പ്ഡ് എന്നാണ് സീരീസിൻ്റെ പേര്. എങ്ങനെ ഉബർ എന്നുള്ള ഐഡിയ ആദ്യം ഉണ്ടായി, പിന്നെ എന്തൊക്കെ തോന്നിയ ദിവസമാണ് ആ കമ്പനിയിൽ അവർ ചെയ്തു കൂട്ടിയത് എന്നൊക്കെ നല്ല വൃത്തിക്ക് കാണിച്ചു തരുന്നുണ്ട്.